പിണങ്ങിയ സിനിമാ താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. അനശ്വര രാജനും ദീപു കരുണാകരനും. ദീപു കരുണാകരന്റെ സിനിമയിൽ അനശ്വര അഭിനയിച്ചിരുന്നു. എന്നാൽ സിനിമയിലെ പ്രൊമോഷൻ പരിപാടികൾക്ക് അനശ്വര പങ്കെടുത്തില്ലെന്നാണ് ദീപുവിന്റെ പരാതി. എന്നാൽ അനശ്വര ഇക്കാര്യം നിഷേധിക്കുകയും താൻ പ്രൊമോഷനിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും മാത്രമല്ല സിനിമയ്ക്ക് വേണ്ട ചില സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും അനശ്വര വ്യക്തമാക്കി. ഇതോടെ ഇരുവരും തമ്മിൽ വഴക്കിലാവുകയാണ് ഉണ്ടായത്. അടുത്തത് വിൻസി അലോഷ്യസും ഷൈൻ ടോം ചാക്കോയും തമ്മിലുള്ള വഴക്കാണ്. സിനിമ സെറ്റിൽ വെച്ച് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചു എന്നതാണ് വിൻസിയുടെ പരാതി. ഇത് ഷൈൻ ടോം ചാക്കോ അംഗീകരിക്കുകയും ചെയ്തു. പിന്നീട് ഷൈൻ ടോം ചാക്കോ വിൻസിയോട് മാപ്പും പറഞ്ഞു. എന്നിരുന്നാലും ഇപ്പോഴും ഇവർ തമ്മിൽ പ്രശ്നമുണ്ട്. അടുത്തത് പാർവതി തിരുവോത്തും ഗീതു മോഹൻദാസും തമ്മിലുള്ള വഴക്കാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇരുവരും തമ്മിൽ വഴക്കായത്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടീസർ ഈ അടുത്താണ് പുറത്തിറങ്ങിയത്. ഈ ടീസറിനെ ചൊല്ലിയാണ് ഇരുവരും പരസ്പരം ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്യുകയും വഴക്കിലാവുകയും ചെയ്തത്. അടുത്തത് ജനപ്രിയ നായകനായ ദിലീപും തിലകനും തമ്മിലുള്ള വഴക്കാണ്. തിലകനുമായുള്ള വഴക്കിനെ കുറിച്ച് ദിലീപ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. മാത്രമല്ല തിലകനും ഒരു ഇന്റർവ്യൂവിൽ ദിലീപ് ഒരു വിഷമാണെന്നും തന്നെ സിനിമയിൽ നിന്ന് ഇല്ലാതാക്കാൻ നോക്കിയെന്നും പറയുന്നുണ്ട്. അടുത്തത് നടൻ ജഗതിയും ആങ്കറായ രഞ്ജിനി ഹരിദാസും തമ്മിലുള്ള വഴക്കാണ്. ഒരു വേദിയിൽ വെച്ച് രഞ്ജിനിയെ പരസ്യമായി കളിയാക്കിയിട്ടുണ്ട് ജഗതി. ഇക്കാര്യം ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ രഞ്ജിനിക്ക് അന്നുണ്ടായ വിഷമത്തെക്കുറിച്ച് രഞ്ജിനി വെളിപ്പെടുത്തിയിരുന്നു. അടുത്തത് പൃഥ്വിരാജും ദിലീപും തമ്മിലുള്ള പ്രശ്നമാണ്. പുറമേ കാണിക്കുന്നില്ലെങ്കിലും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അടുത്തത് ഉണ്ണിമുകുന്ദനും മേജർ രവിയും തമ്മിലുള്ള വഴക്കാണ്. മേജർ രവിയെ ഉണ്ണിമുകുന്ദൻ അടിച്ചു എന്നെല്ലാം വാർത്തകൾ വന്നിരുന്നു. ഈയൊരു സംഭവത്തിലാണ് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായത്. അടുത്തത് സംവിധായകൻ രഞ്ജിത്തും ഒടുവിൽ ഉണ്ണികൃഷ്ണനും തമ്മിലുള്ള വഴക്കാണ്. ആറാം തമ്പുരാന്റെ സെറ്റിൽ വെച്ച് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ രഞ്ജിത്ത് അടിച്ചുവെന്നാണ് വാർത്ത. അടുത്തത് ദിലീപും അനൂപും തമ്മിലുള്ള വഴക്കാണ്. ദിലീപിനെ മിമിക്രിക്കാരനാക്കി തരം താഴ്ത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരും വഴക്കിലായത്. അടുത്തത് പ്രിയ പ്രകാശ് വാര്യരും നൂറിനും തമ്മിലുള്ള വഴക്കാണ്. ഒരു അഡാർ ലവ് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ ഇരുവരും തമ്മിൽ നല്ല സ്വരച്ചേർച്ചയിൽ അല്ലായിരുന്നു. പ്രിയയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉയർച്ചയാണ് ഈ സിനിമ കൊണ്ട് ഉണ്ടായത്. മാത്രമല്ല പ്രിയയ്ക്ക് വേണ്ടി സിനിമയുടെ കഥ മാറ്റേണ്ടി വരെ വന്നു. ഇതുകൊണ്ടെല്ലാം ഇരുവരും തമ്മിലുള്ള നല്ലൊരു സൗഹൃദം നഷ്ടമായി.